ജി സുധാകരൻ ഇനി സ്വതന്ത്രൻ. 60 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും. മന്ത്രി സജി ചെറിയാനെയും എളമരം കരീമിനെയും രൂക്ഷമായി വിമർശിച്ച സുധാകരൻ പാർട്ടിയിലെ ചിലർ തന്നെ നിരന്തരം അധിക്ഷേപിച്ചു. പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും പ്രഖ്യാപനം. സുധാകരന്റെ നീക്കത്തോട് കരുതലോടെ പ്രതികരിച്ച CPM സംസ്ഥാന നേതൃത്വം സഹോദരനെ കൊലപ്പെടുത്തിയവരുടെ പിന്തുണ തേടുമെന്ന് കരുതുന്നില്ലെന്ന് MA ബേബി. ജി സുധാകരന്റെ മനസ്സ് തെറ്റുതിരുത്തുമെന്ന് AK ബാലൻ. പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും. പാർട്ടി വിട്ടത് നേരത്തെയുള്ള ധാരണ പ്രകാരമെന്ന് H സലാം. മത്സരിക്കാനുള്ള തീരുമാനം വ്യക്തിപരമെന്ന് സജി ചെറിയാൻ. ജി സുധാകരന് UDF പിന്തുണ നൽകും. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ. സുധാകരനെ പുകഴ്ത്തി കോൺഗ്രസ് നേതാക്കൾ. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് VD സതീശൻ. സുധാകരനെ പ്രതിരോധിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി ആലപ്പുഴ ജില്ലാ നേതൃത്വം. ഏരിയ കമ്മിറ്റികൾ ഉടൻ ചേരും. പുതിയ സാഹചര്യം വിശദീകരിക്കാൻ ജനറൽ ബോഡി വിളിച്ചു. സുധാകരന്റെ വീടിന് സമീപം CPMന്റെ പേരിൽ പോസ്റ്റർ. വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായി. ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നടപടി സ്വാഗതം ചെയ്ത് വിമത വിഭാഗം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ സന്നദ്ധത തള്ളി അമേരിക്ക. ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുവാദം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താതെ കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷം. കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്നു. ഹോസ്റ്റലുകൾ അടച്ചിട്ടതോടെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിൽ. ശ്മശാനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലേക്ക്. ആശങ്കയുമായി റെസിഡൻസ് അസോസിയേഷനുകളും. പ്രതിഷേധവുമായി ഇടതുമുന്നണി. പാചകവാതക പ്രതിസന്ധിയിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് പെട്രോളിയം മന്ത്രി. റേഷൻ കടകൾ വഴി കൂടുതൽ മണ്ണെണ്ണ എത്തിക്കും. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ വധശ്രമം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്നതിനിടെ വെടിയുതിർത്തു. അക്രമിയെ പിടികൂടി. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിക്കാനെത്തിയവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നില്ലെന്ന് പോലീസുകാരുടെ മൊഴി. KSU പ്രവർത്തകരെത്തിയത് കരിങ്കൊടിയുമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഉന്തും തള്ളും മാത്രമാണെന്നും പോലീസുകാരുടെ മൊഴി. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം. പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമോ CPM? സ്വർണ്ണക്കൊള്ളയിൽ വിശദീകരണം തേടി പത്മകുമാറിന് നോട്ടീസ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നോട്ടീസ്. സംസ്ഥാനത്ത് കനത്ത ചൂട്. ഇന്ന് രേഖപ്പെടുത്തിയത് 36 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് ഉയരും. ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ കനത്ത നാശം. 5 വീടുകൾ തകർന്നു. നിരവധി വീടുകൾക്ക് നാശനഷ്ടം. വീട് തകർന്നവരെ സുരക്ഷിത ഭാഗങ്ങളിലേക്ക് മാറ്റി. തന്റെ വിവാഹം ലവ് ജിഹാദല്ലെന്ന് മൊണാലിസ. മതം മാറിയിട്ടില്ലെന്നും മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കുംഭമേളയിലെ വൈറൽ താരം. കേരളം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കയ്യിലുണ്ടെന്നും ദമ്പതിമാർ.
സർക്കാർ ജീവനക്കാർക്ക് ഇനി ശനിയാഴ്ചയും അവധി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തിരക്കിട്ട് ഫയൽ നീക്കി സർക്കാർ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കാൻ സാധ്യത.